നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ എളുപ്പപ്പണിയാണേ. ഓണം ആകുന്നതേ ഉള്ളൂ, ചിങ്ങമാസം പിറക്കുന്നതേ ഉള്ളൂ. എന്നാൽ പോലും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, നമ്മൾ ഓണത്തിന് വേണ്ടി നേരത്തെ തന്നെ തയ്യാറാവുമല്ലോ. ഓണത്തിനെന്നൊരു സാരി സെറ്റ് മുണ്ട് കൊടുത്തില്ല, പിന്നെ എന്നാ കൊടുക്കുന്നത്? ഇത് നമ്മളുടെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന അജ്രക്കിൻ്റെ സെറ്റ് മുണ്ടുമാണ്. ആ സെറ്റ് മുണ്ടുവിലെ കരയായിട്ട് വരുന്നത് ഈ ഒരു അജ്രക്കിൻ്റെ പ്രിൻ്റാണ്. ഇതുണ്ടോ, ഇങ്ങനെ കരയായിട്ട് വരുന്നത് ഇതാണ്. ബ്ലൗസും ഉണ്ട്, വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്. ആ കര തന്നെ ബ്ലൗസായിട്ട് വരും. അജ്രക്കിൻ്റെ പ്രാധാന്യം ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കൂടുതലാണ്. അജ്രക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്തോരം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ആ ഡാർക്ക് ഷെയ്ഡും ആ ഒരു ഡൈയിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ അത് സെറ്റും കൊണ്ട് രീതിക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 547 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 547 രൂപ റേറ്റിൽ ആണിത്. ഇനി അതിൻ്റെ വിവിധമായ അജ്രക്കിൻ്റെ പ്രിൻറ്റുകൾ മാത്രം മാറി വരുന്നത് ഞാൻ കാണിക്കാം. ഇത് അടുത്തത് ഇത് കണ്ടോ, അടുത്ത പ്രിൻറ്റ് ഇത് രണ്ടും. ഇത് ബ്ലൗസായിട്ട് വരും, സാരിയായിട്ട് ഇങ്ങനെ വരും. പുറത്തോട്ട് വെക്കട്ടെ, ഇങ്ങനെ വരും. നല്ല ഇതിന് ചേരുന്ന തീമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ്, നല്ല മുത്തുമാലയൊക്കെ വൈറ്റൊക്കെ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ നിൽക്കുന്നതിൻ്റെ വലത്തെ സൈഡ് കാണിക്കാൻ പറ്റത്തില്ല, അതുപോലെ കിടക്കുക. ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഈ ടേബിളിലുണ്ട്. കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ടേ അത് ഇതാക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോയ്ക്ക് കയറിയതാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, എടുത്ത് കാണിക്കാൻ ഓർത്തുകൊണ്ടാണ്. ഇതുണ്ട് അടുത്തത്. ഞങ്ങളിതൊന്നും ചോദിച്ചില്ലല്ലോ എന്നാണോ ഉദ്ദേശിച്ചത്? ഞങ്ങളിതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചോ? ചുമ്മാ ചോദിക്കാത്ത കാര്യങ്ങളും പറയും. അടുത്തത് ഇത് കേട്ടോ. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഡാർക്ക് പർപ്പിൾ. ഈ ഇതിലെ ബേസ് കളർ എന്ന് പറയുന്ന ഡാർക്ക് പർപ്പിളാണ്. അതിൻ്റെ തന്നെ കരി. പിന്നെ നമ്മുടെ എവർഗ്രീൻ ഹിറ്റാണ്. എന്നും മലയാളിക്ക് സെറ്റ് മുണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. പച്ച ഇതിനൊക്കെ ചേരുന്ന ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ്. ഇത്ര രൂപയേ ഉള്ളൂ. നമ്മൾ ഈ സെറ്റ് മുണ്ടൊന്നും ഇപ്പം അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ഉടുക്കും അല്ലാതെ നമ്മളിപ്പോഴും ഉടുക്കുന്നില്ല. അപ്പോൾ അതിന് വലിയ റേറ്റ് മുടക്കണ്ട. പക്ഷേ മുടക്കുന്നതിന് നല്ലൊരു ഭംഗി, ഒരു വെറൈറ്റി ടച്ച് കിട്ടുമെന്ന് അല്ലേ? അങ്ങനെയൊക്കെയാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ പക്ഷം അങ്ങനെയൊക്കെയാണോ? എന്നാണ് അംബാനി എന്ന് പറയുന്നത്. എന്ത് ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ മുഖമൊക്കെ കലം പോലെ ഇരിക്കുന്നു. എന്നറിയോ, ഞാൻ വൈകുന്നേരം വന്ന് കയറിയിട്ട് എടുത്തിട്ട് ചാടിച്ചു. എന്തിനാണെന്നറിയാവോ? പോലെ തുണി കിടക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു തുണിയെ പിടിച്ചോണ്ട് നിന്ന് വർത്താനം പറയുക. ആ തുണി മടക്കി കെട്ടിയല്ലേ കസ്റ്റമർ വരുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നാമത് കീനാൻ കുട്ടിയാണ് കയറി വന്നത്. അപ്പോൾ ഇത് വന്ന് വഴക്ക് പറഞ്ഞു, വന്നപ്പോഴേ വഴക്ക് പറഞ്ഞേ. അതിന് കലം പോയിരിക്കും. ഇതടുത്തത് മസ്റ്റാഡിയല്ലോ അല്ലേ? ആണോ? മസ്റ്റാഡിയല്ലോ. ഇങ്ങനെ അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഇവിടെ വേറൊന്നുണ്ട്, ഏറ്റവും മൂത്തതാണ്, ഏറ്റവും പുറകിൽ പോയി ഇരിപ്പുണ്ട്. ഇല്ല വലിയ അഴക്. എൻ്റെ വഴക്കൊന്നും ഇവർക്കൊന്നും പ്രശ്നമല്ല അല്ല അഞ്ചു? ആണോ? പ്രശ്നമാണോ? ഭയങ്കര ചേട്ടാ സമയം സാരമില്ല, കയ്യിലിരിപ്പ് നന്നായാൽ മതി, ഒരു കുഴപ്പമില്ല. ചുമ്മാ ഒരു കാര്യത്തിന് ആരും വഴക്ക് പറയുന്നില്ലല്ലോ. ഞാൻ ചുമ്മാ ഒന്ന് സോപ്പിടാൻ നോക്കിയതാ. അപ്പോൾ ഇന്നെ സോപ്പിട്ട് വേറെ പണിയൊന്നും ഇല്ല എനിക്ക്. ഇതൊന്ന് കാണിച്ചാണോ? ഇതന്നെയല്ലേ അത്? അതാ അല്ലേ? അയ്യോ, അത് 3 കാണിച്ചു. ഇത് അത് തന്നെയാണ്. എനിക്ക് മാത്രമേ ബോധമുള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ? എല്ലാം 2 മുന്നേ നിൽപ്പുണ്ട്. 2 കണ്ടില്ല, കാണിച്ചു തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഇത് കണ്ട അടിപൊളിയല്ലേ? ഇതെല്ലാം ഇത് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ നോർത്ത് കാണിക്കുന്നില്ലെങ്കിലും മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണ് സംഭവം എന്ന്? നോർത്ത് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം സെറ്റും ഉണ്ടായതുകൊണ്ടേ ഞാൻ ഓണത്തിന് ഉടുത്ത് കാണിക്കാം. പിന്നിട്ടേ വേറൊരു കാര്യം പറയാനുണ്ടേ. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് എന്നൊന്ന് പറഞ്ഞു പോലെ എനിക്ക് മെസ്സേജ് എൻക്വയറി എല്ലാം വരുന്നുണ്ട്. അജ്രക്കിൻ്റെ കോട്ടൺ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ. ഈ തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച കാണിക്കും. അജ്രക്ക്, പ്യുവർ അജ്രക്കിൽ കോട്ടണിൽ നല്ല ഒന്നാന്തരം ബ്ലൗസ്. നിങ്ങൾ പ്രത്യേകിച്ച് വേറെ വാങ്ങിക്കേണ്ട, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും. ഞാൻ അടുത്ത ദിവസം തന്നെ കാണിക്കാം കേട്ടോ.
കറുത്ത കര കവർ താഴെ പോയി. ഇനി ആ ടൈപ്പ് തീർന്നു. ഇനി ചുമ്മാ നമുക്ക് സെറ്റുമുണ്ട്. ഇതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ സെൽഫ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇത് ഉണ്ട്. ഇതെല്ലാം സെറ്റും മുണ്ടാണ്, സെറ്റ് സാരിയല്ല, സെറ്റും മുണ്ടാട്ടോ. ഇത് സെറ്റ് വേറെ ഒരെണ്ണം. ഈ കളറുള്ള ബ്ലൗസ് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അടുത്തത് ബ്ലൂ, ഏതോ ഒരു വർഷത്തെ ഭയങ്കര തീം ഷെയ്ഡായിരുന്നു ബ്ലൂ. ഗ്രീൻ, പിന്നെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലും ഒക്കെ നല്ലതല്ലേ. കോപ്പർ, ആഷ്. ഇതിനൊക്കെ വില വ്യത്യാസമുണ്ട്. ഈ കോപ്പർ ഷെയ്ഡിനൊക്കെ റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അതിന് റേറ്റ് കുറഞ്ഞു, 540 അല്ലേ. ഇത് സിൽവർ, കോപ്പർ, റോസ് ഗോൾഡ് അതൊക്കെ വരുമ്പോൾ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. റോസ് ഗോൾഡ് ഇനി ഞാനേ കാണിക്കണമെന്ന് ഓർത്തല്ല, എന്നാലും കാണിക്കാം. കുറച്ച് സെറ്റ് സാരികൾ, ഇത് മാത്രമുള്ളോ എന്ന് നിങ്ങൾ വിചാരിക്കൂലും. അപ്പോൾ കുറച്ച് സെറ്റ് സാരികൾ കാണിക്കാം. ഇപ്പോഴത്തെ ഹിറ്റായിട്ടുള്ള സാധനമാണ് ഡിജിറ്റൽ, പിന്നെ എന്നാ പറയുന്നത്, പിന്നെ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന സെറ്റ് സാരികൾ. ഇതുണ്ട് സെറ്റ് സാരി ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ കാണിച്ച ശരിയാത്തില്ല. ഞാൻ ടേബിളായിട്ട് കാണിക്കാം. ഇത് വരും മുന്താണി, മുടിച്ചു അടുത്ത് വാ. ഇത് ഒരു മുന്താണി, ഇങ്ങനെ ബോഡി ഇങ്ങനെ. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനാണ്, കസവ് മാത്രമേ ഉള്ളൂ കയ്യേലെ. ഇതാണ് മുന്താണി, ഇത് ബോഡി. താഴത്തെ ഭാഗത്ത് മുഴുവൻ ഈ ഒരു ബോർഡർ, മുകളിലത്തെ ഭാഗത്ത് ഈ ഒരു ബോർഡർ. ഇതിൻ്റെ എല്ലാം റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഇനി അത് തന്നെ വേദന വേറെ പ്രിൻ്റ് വരുന്നത്. ഇത് കണ്ടോ, ഇതിപ്പം ഇതെല്ലാം കേരള കോട്ടനാണ് കേട്ടോ, ടിഷ്യൂ അല്ല. കേരള ക്രീമേൽ ഇത് മറ്റേ നമ്മുടെ ഖാദി കോട്ടൺ ഇങ്ങനെ വരുന്ന. ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റാണ്, മുകളിലും താഴെയും ഡിജിറ്റൽ പ്രിൻ്റ്. നിങ്ങൾ ഇതിൻ്റെ ഡാർക്ക് ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്, റണ്ണിങ് ബ്ലൗസ് ഉണ്ട്. പക്ഷെ അതിലും നല്ലത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുത്തിടുന്നതായിരിക്കും നല്ല. തനി മലയാളി പെൺകുടി ആയിട്ടോ ആയിരുന്നു. ഇനി വിത്ത് ബ്ലൗസ് ഉള്ള സാരി കാണിക്കാം. അതിന് വിത്ത് ബ്ലൗസ് ഉണ്ടോ? അല്ല, വിത്ത് ബ്ലൗസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, റണ്ണിങ് ആണെന്നാണ് പറഞ്ഞത്. സെയിം തന്നെയാണ്. ഇതുപോലത്തെ വിത്ത് ബ്ലൗസ്, അതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ, കോൺട്രാസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. ഇത് സാരിയാ, ടിഷ്യൂ ആണ്. സോറി, സെറ്റും മുണ്ടുമാണ്. ടിഷ്യൂ. ഇതിനൊക്കെ പടം ഉണ്ടായിരുന്നു, അത് കാണുന്ന രസമാണോ കാണാൻ. ഇത് സെറ്റും മുണ്ട് വരും. അതിൽ ഇങ്ങനെ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുക ഉണ്ടോ. ഇതാണ് ഉൾവശം വരുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ ഇരിക്കും. മുന്താണി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും സാരിയുടെ. ഇതിൻ്റെ മുണ്ടിൻ്റെ ആണെങ്കിലും കരയുടെ ഈ ഭാഗത്ത് ഈ ഒരു പ്രിൻ്റ് വരും. അതിന് ചേരുന്ന വിത്ത് ബ്ലൗസും ഉണ്ട്. കയ്യിലിങ്ങനെ നല്ല ഡിസൈൻ ചെയ്ത വിത്ത് ബ്ലൗസും, നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ വേറൊരു ഷെയ്ഡ് ഇതൊക്കെ ഉണ്ട് പടം. ഈ കളർ ബ്ലൗസിൻ്റെ കളറൊക്കെ വേറെയാണ്. ഒരു പടംന്നേ ഉള്ളൂ, അത് കൊടുത്ത് എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു പടംന്നേ ഉള്ളൂ. ഇതാണ് സാരി കണ്ടോ, ഇങ്ങനെ വരും. ടിഷ്യൂ ആണ് മെറ്റീരിയൽ. ബോർഡർ ഇങ്ങനെ വരും, മുണ്ട് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു വിത്ത് ബ്ലൗസും കൂടെ കൂട്ടിയിട്ട് വരുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും. വിത്ത് ബ്ലൗസിൻ്റെ കയ്യേലാണ്. ഇതിപ്പം സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ. അതിൻ്റെ കയ്യേൽ ഇങ്ങനെ ആ വർക്ക് പിടിപ്പിച്ചു, നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ്. ഇനി അതിൻ്റെ തന്നെ വേറെ കളർ പർപ്പിൾ. അപ്പോൾ കണ്ടത് തന്നെ അതിൻ്റെ പർപ്പിൾ ഷെയ്ഡ്. മറ്റേത് മെറൂൺ ആയിരുന്നെങ്കിൽ ഇത് പർപ്പിളാണ്. ഇതുകൊണ്ട് സെറ്റും മുണ്ടുമായിട്ടാണ്. സെറ്റും മുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഉടുത്ത് വെക്കാൻ എളുപ്പമുണ്ട് അല്ലേ. സാരിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആർക്ക് വേണമെങ്കിലും ഉടുത്ത് വെക്കാൻ ഭയങ്കര. ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ സെറ്റും മുണ്ട് കൊടുക്കുന്നത് എല്ലാം ഉണ്ടല്ലോ, ട്യൂട്ടോറിയൽ. അതുകൊണ്ട് അറിയത്തില്ലാത്ത ആരാ ഉള്ളല്ലേ. ഇത് വേറെ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത് സെറ്റ് സാരി.
സാരിയാണ് ഫുള്ളിങ്ങനെ. ഇത് മുഴുവൻ ഡിജിറ്റൽ പ്രിൻ്റാണ്. ബോഡി ഫുള്ള്. മുന്താണിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. മുന്താണിക്ക് ആ ഒരു പ്രത്യേകിച്ചൊന്നുമില്ലെന്നല്ല, പ്രത്യേകിച്ചൊന്നുണ്ട്. ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇന്ന് എത്ര ഉള്ളൂ. ഇതിപ്പോൾ തന്നെ ഇത് തന്നെ അധികമായി. ഞാൻ ഇന്ന് ഇപ്പോൾ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ആക്കിയതാണ്. ഓണത്തിൻ്റെ ഒരു കുറച്ചും കൂടെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നല്ല സിൽക്കി ആയിട്ടുള്ള ടെസർ സിൽക്കിൽ വന്നിരിക്കുന്ന സാരികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇത് ചുമ്മാ കാണിക്കുന്ന കേട്ടോ. ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ഈ മേശപ്പുറത്ത് കിടന്ന് ടേബിളിൽ കിടന്ന സാരി ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ. മുന്താണി വന്നിട്ടിങ്ങനെ അങ്ങനെ ഒരു സാരി. നല്ല സാരി കേട്ടോ, സരസത്തിന് നല്ല. ഇത് കണ്ടാൽ തോന്നും ഇത് വലിയ കളറെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷേ ഇതൊക്കെയാണ് ഗ്രാൻഡ്. ഇങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് ഒരു മെറൂൺ കളറുള്ള പേളിൻ്റെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പേൾമാല ഇടണം. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ കുട്ടിക്ക് ഐറ്റം സാരി ഉണ്ടോ. നല്ല സാരി 2850 രൂപ വിലയുള്ളതാണ്. ഓണത്തിനൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അടിപൊളിയാക്കിക്കോ. ഞാനിതൊക്കെ എപ്പോഴേലുമൊക്കെ ഓൺലൈനിൽ കാണിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നൊക്കെ കാണിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്, ഇവിടെ കാണുന്നത് ഇതെല്ലാം ശൂന്യമായിട്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ ടേബിളിലുള്ളതാണ്. ഒരു കൈ മുഴുവൻ സാരിയിൽ വന്നത് ബണ്ടിൽ കണക്കിന് നമുക്ക് ഇരിക്കുന്നു. ഒട്ടിച്ച് വിലയിട്ട് കയറ്റുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. കാരണം എല്ലാവരും ബിസിയല്ലേ. ഞാനതിനെ ഇപ്പോൾ ഇവിടോട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞില്ലേ. സാരിയെല്ലാം വരുന്നതെല്ലാം ഇങ്ങനെ ബണ്ടിലിനകത്ത് ചാക്കിനകത്ത് ഇരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനും ഇത് പർച്ചേസ് ചെയ്യുന്നു. നിങ്ങൾ പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് ഫ്രീ ആയിട്ട് ആരെങ്കിലും അത് ചെയ്യണമെന്നും പറഞ്ഞ് ദേഷ്യം വന്നു. അവരവരുടെ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാണാതെയല്ല, നമുക്കെല്ലാം ഓരോ സീസൺ വരുമ്പോൾ നമ്മളതനുസരിച്ചല്ലേ. വീട്ടിലൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ അല്ലാത്ത ദിവസത്തെ പോലെ ഉച്ചയാകുമ്പോൾ ആടി തൂങ്ങി അങ്ങനെയല്ലല്ലോ. അതനുസരിച്ച് നീങ്ങത്തില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.